ഹലോ ഗായ്സ്, എല്ലാവർക്കും ഷമിലാസ് ടേസ്റ്റി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ വിഭവമായ പുഴുങ്ങൽ റൊട്ടി, ചില സ്ഥലത്ത് ഇതിന് മീൻ പത്തിൽ എന്ന് പറയും. ഞാനിവിടെ സ്റ്റെപ്പായിട്ടാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. പുഴുങ്ങൽ റൊട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് അരി കുതിർത്തതിന് ശേഷം അരച്ചെടുക്കലാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വെള്ളം നല്ലതുപോലെ തിളക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു 3 കപ്പ് പൊന്നിയരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു അരമണിക്കൂർ വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ പൊതിർത്തി വെച്ച അരി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ അരി പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്തിട്ട് വരാം. ഞാനിത് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 മീഡിയം വലിപ്പമുള്ള വലിയ ഉള്ളി, 1 കപ്പ് തേങ്ങ, 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതിലേക്ക് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രൂപത്തിൽ കുറച്ച് കട്ടി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇതിൽ അരിപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കി എടുക്കാം. അങ്ങനെ നല്ല ടൈറ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രൂപത്തിൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 750 ഗ്രാം അയക്കൂറ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മീനിനെ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക്
നമുക്ക് ഓരോ മീൻ ഇട്ടിട്ട് മീനിലേക്ക് നല്ലോണം മുളക് മസാല പുരട്ടിയിട്ടെടുക്കാം. അങ്ങനെ മീനിനെ മുഴുവനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീനിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ ഫിഷും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു തേങ്ങ ചിരവിയത്, ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, 6 അല്ലി വെളുത്തുള്ളി, ഒരു ഉള്ളിയുടെ 1/4 ഭാഗം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അങ്ങനെ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ തേങ്ങൻ്റെ അരവ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ അരക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രൂപത്തിൽ അരഞ്ഞെടുത്തിയാൽ മതി. അങ്ങനെ നമുക്ക് മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 പച്ചമുളക് കീറിയത്, ഞാനിത് എരിവില്ലാത്ത കുറച്ച് വലിയ സൈസുള്ള പച്ചമുളകാണ് എടുത്തിരുന്നത്.
അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം കറിവേപ്പില. പച്ചമുളകും കറിവേപ്പിലൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങ അരവുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ അടച്ചു വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിൻ്റെ കുറച്ച് ബാക്കിയുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഫിഷ് പൊരിക്കുന്ന സമയത്ത് ഓയിൽ കരിഞ്ഞ് പോയില്ലെങ്കിൽ നിങ്ങളത് ഒഴിക്കാൻ പാടില്ല. അന്നേരം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പുഴുങ്ങൽ റൊട്ടി സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്കിനി ഒറോട്ടി സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. കുറച്ച് വലുപ്പത്തിൽ തന്നെ ബോൾസ് ആക്കാൻ ശ്രമിക്കണം. കുറച്ച് വലുപ്പത്തിൽ തന്നെ ഒരേ സൈസുള്ള ബോൾസ് ആക്കി എടുക്കാം. ഞാൻ മാവ് 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ പരത്തി മസാല ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം ഞാനൊരു ഫോയിൽ എടുത്തിട്ടുണ്ട്. ഫോയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബോൾസ് നമുക്കൊന്ന് വീണ്ടും അതേ ലെവലിൽ അതേ അളവിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം. സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പിന്നെ വേറൊരു ബൗളും കൂടി പരത്തി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിലേക്കും കൂടി നമ്മൾ മസാല ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പുഴുങ്ങൽ റൊട്ടി ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയെടുക്കണം. ഈ അറ്റെല്ലുണ്ടല്ലോ, ഈ അറ്റെല്ലാം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് രണ്ടും കൂടിയിട്ട് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ഇതങ്ങനെ ഞാനൊരു സ്റ്റീം പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പിന്നെ ഇട്ടിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പുഴുങ്ങൽ റൊട്ടി വെന്തിനോന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് പുഴുങ്ങൽ റൊട്ടീൻ്റെ മുകളിൽ ഒന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ മുകളിൽ അരി പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങൽ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ ടൂത്ത് പിക്കിൻ്റെ മുകളിൽ അരി പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 5 മിനിറ്റും കൂടി ഒന്ന് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പുഴുങ്ങൽ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.